വൗ ഇതിനകത്ത് എത്ര നേരത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് അറിയാവോ? ഇത് പണി പഠിച്ച ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങിയത്. ഇതുപോലത്തെ ഒരു അലൂമിനിയം ഷീറ്റിൽ നിന്നാണ് ഈ കാണുന്ന ഒരു നമ്മുടെ 100 ഗ്രാം ഒരാൾക്കുള്ള ബിരിയാണി തൊട്ട് ഒത്തിരി ആളുകൾക്കുള്ള ബിരിയാണി വരെ വെക്കാവുന്ന ടൈപ്പ് ചെമ്പുകൾ വരെയാണ്. വെയിലത്ത് വെച്ച് ഇതിന്റെ വെള്ളം കളയും അല്ലേ? ഉണക്കിയെടുത്ത സംഗതി സെറ്റ് നമ്മുടെ സ്റ്റിക്കർ മരുന്നില്ല. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും വീട്ടിലേക്കാണേലും സ്ഥാപനത്തിലേക്കാണേലും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇവരുടെ. എല്ലാം ഉണ്ട്. അലൂമിനിയത്തിന്റെ എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ? ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു മംഗളാപുരം ചന്ത എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. പക്ഷെ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സംഗതി ചെറുതാണെങ്കിലും ഒത്തിരി ആളുകൾ വന്നു പോകുന്ന ഒരു അലൂമിനിയം കമ്പനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മോഹൻസ് അലൂമിനിയം മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാനുള്ളത്. ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന ഈ സംഭവം കണ്ടോ, അതായത് നമ്മുടെ കഞ്ഞി വടിക്കുന്ന അല്ലെങ്കിൽ വടിക്കലോ എന്നൊക്കെ പറയും. ഇത് നോക്കുമ്പോൾ എന്താ ഭംഗി നോക്കിയ ഒരു ഭരണി പോലെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് എത്ര നേരത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് അറിയാവോ ഇത്? അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാഴ്ചകൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ 100 കണക്കിന് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള, ഒരു ഷോപ്പിലേക്ക് ആവശ്യമുള്ള, അങ്ങനെ പല വിധത്തിലുള്ള അലൂമിനിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവരുടെ ഈ 2 ചെറുപ്പക്കാരുടെ കൈകളിലൂടെയാണ് ഇത് ഇവിടെ നിന്ന് ഉണ്ടായി ഇത് പുറത്തേക്ക് വരുന്നത്. ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് സാധനം വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇവരുടെ പേരെങ്ങനെയായിരുന്നു? സതീഷും ഷിജിത്ത് കുമാർ. ഇവർ ചേട്ടനുമാണ്. ഇവരുടെ അച്ഛനുണ്ട്. അച്ഛൻ വേറൊരു തിരക്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇവരുടെ ഒരു ഒത്തൊരുമയുടെ, ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് ഇവർ വന്നിട്ടുള്ളത്. മോഹൻസ് മെറ്റൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടാണ്. പല സ്ഥലത്തേക്കും കച്ചവടക്കാരടക്കം ഇവിടെ വന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര വർഷമായി? 10-15 വർഷം ആയിട്ട് ഇവര് ചെയ്തോണ്ടിരിക്കാനായിട്ട് ഇവർ എനിക്ക് തോന്നുന്നു ഏകദേശം. അപ്പൊ നിങ്ങൾ ചെറു പ്രായം തൊട്ട് ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാനൊരു 15-16 വയസ്സായിട്ട് പഠിക്കുകയാണ്. 30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് അല്ലാതെ നമ്മൾ 30 വർഷമായിട്ട് അല്ലേ? ഈ നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണ്? എല്ലാം ഉണ്ട്. അലൂമിനിയത്തിന്റെ എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ഒരു മോഡൽ തന്നിട്ട് ചെയ്തു തരാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇവിടെ ഉള്ള അച്ഛനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? മോഡലൊക്കെ പൈസ കൊടുക്കും. അതെ അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം വെറൈറ്റി ഒരു സാധനമാണ്, പൈസ വിഷയമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അതിന്റെ ആ ഒരു അച്ഛ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു സംഭവം ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ നമുക്ക് എങ്ങനെ നമ്മുടെ ഓർഡറൊക്കെ വരുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കുവാണ്, കടക്കാർ വന്ന് കൊണ്ടുപോയി അല്ല നമുക്ക് റൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ നമുക്കൊന്ന് മാറാനായിട്ട് പറ്റും. പണിയും പിന്നെ പോക്കും എല്ലാം പോകുന്നില്ല. ഇപ്പൊ കടക്കാർ കച്ചവടമുണ്ട്. പിന്നെ അവർ വന്ന് ഹോൾസെയിലായിട്ട് വന്ന് പോയി. ഇവിടെ ഒരു റോഡിന്റെ വലതും ഇടതുമായിട്ട് 2 സ്ഥാപനങ്ങളാണുള്ളത്. ഒരിടത്ത് ഗോഡൌണും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കമ്പനിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവരുടെ അതുപോലെ തന്നെ കൊടമൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഇവരുടെ ഉണ്ടാക്കുന്ന കാണാനായിട്ടൊക്കെ. അപ്പൊ ഞാനതൊക്കെ നമുക്ക് പുറകെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതപ്പം ഇത് ഇളകി പോകത്തില്ല? ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആശങ്ക. ഇല്ല, പോകത്തില്ല. പ്രസ്സിംഗ് ആണ്. നമ്മൾ നന്നായിട്ട് ഇതിൽ മെഷീനിലിട്ട് തന്നെ അവനെ കയറ്റി വെച്ചിരിക്കുകയല്ലേ? എനിക്ക് ചില ആളുകളുടെ ഇത് ഒട്ടിച്ചൊക്കെ വെക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ കണ്ടില്ലേ? ആ അതെ, നമ്മുടെ കൺമുന്നിലാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ നേരെ ഇപ്പൊ കണ്ടു കേട്ടോ. മരുന്നില്ല. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഷീറ്റാണ്. ഇത് അലൂമിനിയം ഷീറ്റ് വരുന്നത് അല്ലേ? ഒരേ സൈസ് ഉണ്ട്. ഓ
പണിയിരിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ വഴിക്കല ഉണ്ടാക്കാറില്ല. ആ വഴിക്കല ഓ ഓ ഓ ഇങ്ങനെ ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കും. ഓ ഇത് കഴിഞ്ഞ് ഇത് 2 മണി വരെ ഓ ഓ ഇത് പുറകിൽ വെക്കാൻ സാധനം അത് പ്രസിംഗ് വഴിക്കല കഞ്ഞി അടച്ച് ആ ഇതിൽ വെക്കണ സാധനം ഉണ്ടാക്കാൻ. ബാക്കിൽ വരുന്ന സംഭവം അല്ലേ? ഇതൊന്നുകൂടി പണിയേണ്ടി തടിയാണോ? ആ തടി. അതിന്റെ പുറകിൽ വരും അല്ലേ ചാന? ഓ ഓ വൗ കണ്ട ഒരു ഇതുപോലത്തെ ഒരു അലൂമിനിയം ഷീറ്റിൽ നിന്നാണ് ഈ കാണുന്ന ഒരു നമ്മുടെ കഞ്ഞിയൊക്കെ വടിക്കുന്ന 3 ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കലാപരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അതും ക്ഷമയും എല്ലാം കൂടി ഉണ്ടെങ്കിലേ ഈ ഒരു സംഭവം നടക്കുകയുള്ളൂ കേട്ടോ.
അതായത് നമ്മൾ തുടക്കം തൊട്ട് ഇങ്ങനെ അക്ഷമയോടുകൂടി ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമുക്ക് ഈ സാധനം ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവന് സന്തോഷം എന്തായിരിക്കും? ഇതുപോലെ ഒന്ന് ഒത്തിണങ്ങി കയ്യിൽ വരുമ്പോൾ അല്ലേ? ഇത് കണ്ട അവരുടെയൊക്കെ ഒരു സന്തോഷം ചിരിന്ന് നോക്കി. ഇവിടുത്തെ പണി തീർന്നു. ഇത് അതുപോലെ അപ്പുറത്ത് വാഷ് ചെയ്യും. അതെ അല്ലേ? വാഷ് ചെയ്തിട്ട് ഉണക്കിയിടും. നേരെ അപ്പോൾ വാഷിങ് നമുക്ക് കാണാം. പാത്രം നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇത് വാഷ് ചെയ്യണം. വെളിച്ചെണ്ണ വെക്കാൻ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ കടകളിൽ കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കഴുകി എടുക്കുന്ന വാഷ് ചെയ്യുന്നത്. ശരിക്കും എന്ത് വെള്ളത്തിലാണ് ഇത്? സോപ്പൊക്കെ ഉണ്ടാക്കുന്ന കാസ്റ്റിക് സോഡ എന്ന് പറയും. പിന്നെ ചുവട് ഭാഗം ഉണ്ട്. കയ്യിലൊന്നും തെന്നി പോകത്തില്ല. വെയിലത്ത് വെച്ച് ഇതിന്റെ വെള്ളം കളയും അല്ലേ? ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത സംഗതി സെറ്റ്. നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണാവുന്നതിലപ്പുറോട്ട് സാധനം ഉണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റോക്കാണ്. കാരണം വെച്ചാൽ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. ഈ ഹോൾസെയിലുകാരാണ് പല ദേശത്തു നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം ഉണ്ട്. ഇതിന്റെ അകത്തേക്ക് നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും രക്ഷയില്ലാതെയാണ് ഉള്ളത്. ഇത് കണ്ടോ, ഈ ചെമ്പൊക്കെ നമുക്ക് വലിയ ചെമ്പ് പാത്രം വരെ ഉണ്ട് കേട്ടോ ഇവിടെ, അലൂമിനിയത്തിന്റെ. അതിന്റെ തന്നെ ചെറുതും അങ്ങനെ പല, അതേപോലെ ചായ സമാവർ, അപ്പൊ അതുപോലുള്ള കുറെ വെറൈറ്റി ആയിട്ട് ഇത് കേട്ടത്. ഈ വലിയ ഒരു ചെമ്പ്, ഇത് കായൊക്കെ പുഴുങ്ങണ ടൈപ്പ് ചെമ്പ്, ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കണം. ആ അതെ അതെ അതെ. റയർ ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതും പല ഐറ്റംസ്. ആ അതെ അതെ. ഇതാ സ്ഥലമില്ലാത്ത ഇത് കണ്ടത്. ഇത് കണ്ട ബിരിയാണി ചെമ്പാണ് കേട്ടോ ഇത്. അതായത് 100 ഗ്രാം ഒരാൾക്കുള്ള ബിരിയാണി തൊട്ട് ഒത്തിരി ആളുകൾക്കുള്ള ബിരിയാണി വരെ വെക്കാവുന്ന ടൈപ്പ് ചെമ്പുകൾ വരെയാണ്. ഇത് കണ്ട ഇതിന്റെ അകത്തകത്ത് ഇങ്ങനെ വെച്ച് പോയിരിക്കുക. പല വെറൈറ്റി സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ. പാല് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ, പല എല്ലാം വ്യത്യസ്ത ആശയങ്ങളിലൂടെയുള്ള സാധനങ്ങൾ. ഇത് കണ്ടത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചെറിയ ചരുവങ്ങള്, പാത്രങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ പ്ലാസ്റ്റിക് ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ സ്വന്തം പ്രോഡക്റ്റ്, ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ വന്നപ്പം അവിടെ പണിതണ്ടിരുന്ന സംഭവമുണ്ട്, അടിച്ചിട്ടൊരു സാധനമുണ്ട്. പക്ഷെ അതിന് പിടിയൊക്കെ വന്ന് സോസ്പാനായി. അതുപോലെ തന്നെ ഹോട്ടലുകൾ, അതുപോലെ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ടാക്സി ഹൗസുകാർ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ വലിയ ഇടിയപ്പച്ചമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കലം, പാത്രം, അങ്ങനെ ഓരോന്നിൻ്റെയും ഐറ്റംസ് ഉണ്ട്. എല്ലാം ചീപ്പ് റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് ഇതൊരു നാട്ടും പ്രദേശമാണ്. ഒരു നാട്ടുപ്രദേശം ആയതുകൊണ്ട് തന്നെ ടൗണിലെ വില ഇവർക്ക് ഇടാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവർക്ക് ചെറിയ ലാഭത്തിലാണ് ഇവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് അച്ഛനും മക്കളുമായിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പല നാട്ടിൽ നിന്നും ഈ ഇവിടെ തൊട്ടടുത്ത് കിടക്കണം നമ്മൾ അറിയുന്നില്ലെങ്കിലും പുറം സ്ഥലത്തുള്ള ആളുകൾക്ക് വരും, മറ്റു ജില്ലക്കാർക്കും മറ്റു സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഈ ഒരു കടയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവരെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഇവരെല്ലാവരും. ചെറിയ മാർജിനാണ്. MRP വിലയെക്കാട്ടി ഒരു 10-50%, 20% ഒക്കെ ഓരോ. അതിപ്പം ഹോൾസെയിൽ വന്നാലും റീറ്റെയിൽ വന്നാലും എല്ലാം ചെറിയ മാർജിൻ വ്യത്യാസം അത്രേ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് സെറ്റപ്പാണ്. ഒരുപാട് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? പഴയത് എടുത്തിട്ട് പകരം പുതിയത് കൊടുക്കുവോ? അതിനൊരു വില ഇട്ടിട്ട് അല്ലേ കൊടുക്കും. പാർട്ടികളുടെ ഇഷ്ടമനുസരിച്ച് എന്താണെങ്കിലും ചെയ്തു കൊടുക്കും. അതെ അല്ലേ? എത്ര വർഷമായിട്ട് അച്ഛന്? നമുക്കിതിൽ പണിക്കാരാണ്. വർക്കെല്ലാം അറിയുന്നതിൻ്റെ ഇതിൽ അലൂമിനിയത്തിൻ്റെ സ്റ്റീലിലൊക്കെ പണിയില്ല. അതെ അല്ലേ? കൃഷ്ണപ്പള്ളിയിലൊക്കെ സ്റ്റീൽ കമ്പനിയിലൊക്കെ പണിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ മെത്തേഡും അറിയാം. പിന്നെ കേരളത്തിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ മിഷനറീസ് ഈ കമ്പനി അറക്ഷൻ ചെയ്യും. ഡൈ വർക്ക് എല്ലാ പണിയും അറിയാം. അതിന് പണി പഠിച്ച് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടാണ്
നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങിയത്. മക്കളെ ഒക്കെ ഒരുമാതിരി വലുതായി വന്നപ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെ സ്വന്തമായിട്ടൊരു ഇവരൊക്കെ പണിക്കാരായിരുന്നു. അതെ അല്ലേ? ഇവരെല്ലാം അതാ പഠിപ്പിച്ചിരുന്നു. ഇവരിപ്പോഴും പണിക്കാർ തന്നെയാണല്ലോ. സ്വന്തം എന്ന് പറഞ്ഞാൽ അവർ തന്നെയല്ലേ പണി ജോലിക്കാരാണ്. ജോലിക്കാര്. നമുക്കൊരു വരുമാനം വേണം. സാധാരണക്കാരനെ കൂടുതൽ ചൂഷണം ചെയ്യാം. അതെ അതെ, മറ്റുള്ളവർ ചൂഷണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള പിന്നെ നമ്മൾ കൂടുതലൊന്നും അങ്ങനെ വിൽക്കാനും പറ്റില്ല. ഇവിടുന്ന് ഹോൾസെയിൽ കടക്കാരെ കൊണ്ടുപോകുന്നതാണ്. അതെ അതെ. അപ്പൊ ഒരു ന്യായമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് എല്ലായിട്ടും നമ്മൾ കൊടുക്കുന്നു. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കും. നമ്മളതെ നമ്മളൊക്കെ വേറെ ഏത് ലെവൽ വരണ്ട അല്ലേ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മളൊരു ചെറിയ വരുമാനം മാത്രം പ്രതീക്ഷിച്ചിട്ട് നമുക്കൊരു നിലനിൽപ്പ് വേണം. അച്ഛന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് മോഹൻദാസ്. മോഹൻദാസ്. ആ പേരിലാണ് നമ്മുടെ ഷോപ്പ് അറിയപ്പെടുന്നത്. നമ്മളെ ഒരു കോമ്പറ്റീഷൻ വലുതായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരിക്കലും നമ്മളത് നിലനിർത്തുന്ന വിചാരിച്ചല്ല. അല്ലല്ലോ. എന്റെ കമ്പനി തുടങ്ങിയ സമയത്ത് 6 മാസം നമുക്ക് ആയുസ് കൽപ്പിച്ച മുതലാളിമാരുണ്ട്. ഓ അത് ശരി. 6 മാസമൊക്കെ ഓടും കഴിഞ്ഞാൽ ഓടിക്കാൻ. ഇപ്പൊ എത്ര വർഷമായി നമ്മള്? ഇപ്പോൾ 12 15 വർഷത്തിനോട് അടുത്ത് അല്ലേ? അടുത്തായി ഒരു നിലനിൽപ്പ്. അതെ അതെ നിലനിൽപ്പായി. എന്താണ് നമ്മളിപ്പോ ഒരു ഇവരുടെ സ്ഥിരം കസ്റ്റമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മോഹൻസിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ സ്ഥിരം കസ്റ്റമറാണ്. എനിക്ക് ക്വാളിറ്റി സൂപ്പറാണ്. ഞാൻ മിക്കവാറും ഇവിടെ വരാറുള്ളതാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലേക്കാണേലും സ്ഥാപനത്തിലേക്കാണേലും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇവരുടെ. ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റി സൂപ്പർ ഗ്യാരണ്ടി ആണ്. ഗ്യാരണ്ടി ഐറ്റം. ഈ കമ്പനിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ എന്ന് പറയുന്നത് വളവനാടാണ്. ഇപ്പറേ മൊഹമ്മയുടെയും അതേപോലെ തന്നെ മണ്ണഞ്ചേരിയുടെയും ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. മംഗളാപുരം ചന്ത എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അത് ഏകദേശം പറയുമ്പോൾ കാവുങ്കൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശമായിട്ടാണ് ഇത് വരുന്നത്. അതായത് ഹൈവേ വളവനാടിന്റെയും കാവുങ്കയുടെയും ഇടക്കായിട്ടാണ് ഈ ഒരു മംഗളാപുരം ചന്ത എന്നുള്ള സ്ഥലം വരുന്നത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഈ നമ്പറിൽ വിളിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൺസൂർ.